ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്തിന്റെ 36ാമത്തെ ആഴ്ചയിൽ അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കുഞ്ഞിന്റെ വളർച്ച, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഏറെ കരുതലോടെ വേണം ഇനി മുന്നോട്ട് പോകാൻ. ഏത് നിമിഷവും പ്രസവം ഉണ്ടാകാം. 36 ആഴ്ചയായതോടെ കുഞ്ഞിന്റെ വളർച്ച പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. ഗർഭകാലത്തിന്റെ 36ാമത്തെ ആഴ്ചയാകുന്നതോടെ പ്രസവത്തോട് അടുത്തിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഇനി അല്പം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് വളരെ പ്രധാനമാണ്. ശരീരം പ്രസവത്തിന് വേണ്ടി സ്വയം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പ്രസവം അടുക്കാറായെങ്കിലും കുഞ്ഞോമന ഇപ്പോഴും വളരുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. 36 ആഴ്ചയിൽ കുഞ്ഞ് പെൽവിക്സിൽ ഉറയ്ക്കുന്നതിന്റെ ഭാഗമായി താഴേക്ക് എന്തോ പോകുന്ന പോലെ ഗർഭിണികൾക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്. വയറിന്റെ വലിപ്പം കൂടിയത് കാരണം രാത്രിയിൽ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അധിക തലയിണകൾ ഉപയോഗിച്ച് ഈ ബുദ്ധിമുട്ട് മാറ്റാൻ ശ്രമിക്കുക. 36ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം. കുഞ്ഞിന്റെ വളർച്ച ഏകദേശം പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, പ്രസവിക്കുമ്പോൾ കുഞ്ഞ് വരുന്ന രൂപം ഇതോടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടാകും. പൂർണ്ണ വളർച്ച എത്തിയത് കൊണ്ട് തന്നെ അമ്നിയോട്ടിക് സാക്കിനുള്ളിൽ കുഞ്ഞിന് ഇപ്പോൾ അനങ്ങാൻ അധിക സ്ഥലമില്ലാതിരിക്കുകയാണ്. കുഞ്ഞിന്റെ അനക്കം ഈ ഘട്ടത്തിലും ഉണ്ടാകും. കുഞ്ഞിന്റെ തലയോട്ടിയിലെ എല്ലുകൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് സ്ഥിരത വന്നിട്ടില്ല. എല്ലുകൾക്ക് ചലിക്കാനും ഓവർലാപ്പ് ചെയ്യാനും കഴിയും. ജനിക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിന് തലയ്ക്ക് വട്ടത്തിലുള്ള ആകൃതിയില്ലെങ്കിലും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിൽ തന്നെ ഇത് നേരെയാകും. ആദ്യ 2 വർഷത്തിലാണ് ഇത് പൂർണ്ണതയിലെത്തുക. ഇനി 36ാമത്തെ ആഴ്ചയിൽ എന്തൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളെന്ന് നോക്കാം. പ്രധാനമായും കുഞ്ഞ് പെൽവിസിലേക്ക് താഴ്ന്നു വരുന്നത് കാരണം ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ്. രാത്രിയിൽ ഉറക്കത്തിൽ പലതവണ മൂത്രമൊഴിക്കാൻ തോന്നിയേക്കാം. സാധ്യമാകുമ്പോഴെല്ലാം പോകാൻ ശ്രമിക്കുക. അതുപോലെ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കാനും പാടില്ല. ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുകയാണെങ്കിലും ജലാംശം നിലനിർത്തുന്നത് പ്രധാനമാണ്. കൂടാതെ കേഗൽ വ്യായാമങ്ങൾ മൂത്രാശയ നിയന്ത്രണം മെച്ചപ്പെടുത്താൻ സഹായിക്കും. പിന്നെ ഉണ്ടാകുന്നത് ബ്രക്സ്റ്റൺ ആണ്. അവസാന തീയതിയോട് അടുക്കും തോറും പ്രസവത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ ബ്രക്സ്റ്റൺ ഹിക്സുകൾ കൂടുതൽ ശക്തമാവുകയും ചെയ്തേക്കാം. ബ്രക്സ്റ്റൺ ഹിക്സും യഥാർത്ഥ പ്രസവ വേദനയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിലൊന്ന് സമയമാണ്. യഥാർത്ഥത്തിൽ പ്രസവ വേദനയിലായിരിക്കുമ്പോൾ സങ്കോചങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വരികയും കൂടുതൽ അടുത്തും സംഭവിക്കുകയും ചെയ്യും. ബ്രക്സ്റ്റൺ ഹിക്സ് സങ്കോചങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വരില്ല. ചിലപ്പോൾ നടക്കുകയോ അല്ലെങ്കിൽ വിശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ഇത് മാറിയേക്കാം. പിന്നെ ഉണ്ടാകുന്നത് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടാണ്. കുഞ്ഞ് വരുന്നതിന് മുമ്പ് കഴിയുന്നത്ര വിശ്രമിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കുന്നതിൽ പ്രശ്നമുണ്ടാകാം. 36ാമത്തെ ആഴ്ചയിൽ വലിയ വയറായതുകൊണ്ട് തന്നെ ഉറങ്ങാൻ ബുദ്ധിമുട്ട് നേരിടാം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സ്മാർട്ട് ഫോൺ മറ്റൊരു മുറിയിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഉറങ്ങാൻ നിങ്ങളെ സഹായിക്കുന്നതിന് അല്പം സ്ട്രെച്ചും അതുപോലെ മെഡിറ്റേഷനും സഹായിക്കും. രാത്രി മുഴുവൻ വിശ്രമിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പകൽ സമയത്ത് 1-2 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഉണ്ടാകുന്ന ലക്ഷണമാണ് കാലുകളിലുള്ള മരവിപ്പ്. നിങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ കുറയും. അതുപോലെ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് കാലിലെ നീര്. ഗർഭിണിയായിരിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഈ ഘട്ടത്തിൽ കൈകളിലും കാലുകളിലും വീക്കമുണ്ടാവുന്നത് സ്വാഭാവികമാണ്. എന്തെങ്കിലും വേദനയോ അസ്വസ്ഥതയോ അനുഭവപ്പെടുകയാണെങ്കിൽ അധിക സമയം നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഉണ്ടാവുന്നത് നടുവേദനയാണ്. ഏകദേശം 36 ആഴ്ച ഗർഭിണിയായതിനാൽ നടുവേദന അനുഭവപ്പെടുന്നത് അസാധാരണമല്ല. റിലാക്സിൻ എന്നറിയപ്പെടുന്ന ഹോർമോൺ പ്രസവത്തിനുള്ള തയ്യാറെടുപ്പിനായി നിങ്ങളുടെ പെൽവിസിലെ സന്ധികളും ലിഗമെന്റുകളും അയവുള്ളതാക്കാൻ തുടങ്ങുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ പടികൾ കയറുമ്പോഴോ നടുവേദനയ്ക്ക് കാരണമാകുന്നു. നടുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്ടറുമായി സംസാരിക്കൂ. അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന ചില മൃദുവായ സ്ട്രെച്ചിങ് വ്യായാമങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടേഴ്സ് നൽകിയിട്ടുള്ള വൈറ്റമിൻസും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുക. അയൺ, കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. വെള്ളം ധാരാളമായി കുടിക്കുക. ഒരുപാട് നേരം ഇരിക്കാനോ നിൽക്കാനോ ശ്രമിക്കാതിരിക്കുക. അതുപോലെ ദൂരയാത്രകൾ പരമാവധി ഒഴിവാക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.